അഷിൻഡിയാഗോ, കേൾക്കാമെങ്കിൽ ഈ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ച് രക്ഷപ്പെടുത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്താൻ സാധിച്ചോ, അതോ അതിനു മുൻപ് തന്നെ കുഞ്ഞ് തൽക്ഷണം അവിടെ തന്നെ മരിക്കുകയായിരുന്നോ? സുജ, ഈ പെൺകുട്ടി തൽക്ഷണം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ കുട്ടിയുടെ ചെറിയ കുഞ്ഞാണ്, അതുകൊണ്ട് തന്നെ ഈ തലയിലൂടെയാണ് ബസ് കയറി ഇറങ്ങിയത്. അത്രയും ഭാരമുള്ള ബസ് കയറി ഇറങ്ങിയതോട് തന്നെ ഈ പെൺകുട്ടി അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ ആ സമയത്ത് തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചെങ്കിലും പെൺകുട്ടി അപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു. ഏറ്റവും ദാരുണമായ സംഭവം, ഈ കുട്ടി സ്വന്തം വീടിന് മുന്നിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു അപകടത്തിൽ മരണപ്പെട്ടത് എന്നുള്ളതാണ്. കാരണം സ്കൂൾ ഇറങ്ങി സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് മടങ്ങിയ ഒരു പെൺകുട്ടി അത് ക്രോസ് ചെയ്യുന്നതിനിടയിൽ ഈ ബസ് ഡ്രൈവറുടെ ഭാഗത്തുള്ള തെറ്റാണോ അതോ ആരുടെ ഭാഗത്താണ് ഈ തെറ്റ് എന്ന് നമുക്കിപ്പോഴും വ്യക്തമല്ല. പക്ഷേ പെൺകുട്ടി റോഡ് ക്രോസ് ചെയ്യുന്നു, ആ സമയത്ത് കാല് വഴുതി ബസ്സിന് മുന്നിൽ തന്നെ വീഴുന്നു. കൊച്ചു കുട്ടികളാണ്, നമുക്കറിയാം. പെട്ടെന്ന് ശ്രദ്ധിക്കണമെന്നില്ല. ആ കുട്ടി പെട്ടെന്ന് മുന്നോട്ട് ഓടിയപ്പോൾ ഈ ബസ്സിന് മുന്നിലേക്ക് വീണതാകാം, അല്ലെങ്കിൽ റോഡിൽ കാല് തട്ടി വീണ്, അങ്ങനെയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മടവൂരാണ് സ്ഥലം. തിരുവനന്തപുരം മടവൂരിൽ ഒരു ബൈ റോഡാണിതല്ലേ അശ്വിൻ? സുജ, അങ്ങനെ വേണം മനസ്സിലാക്കാൻ. നമ്മൾ റിപ്പോർട്ടർ സംഘം ഇപ്പോൾ അങ്ങോട്ടേക്ക് ആ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അവിടെ എത്തിച്ചേരാനും കഴിയും. എന്തായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടി ആ റോഡ് ക്രോസ് ചെയ്യുന്നതിനിടയിലാണ് ഈ അപകടത്തിൽ പെട്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. നാട്ടുകാർ അവിടെ ഓടിയെത്തി പെൺകുട്ടി ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ വാർത്ത. എന്തായാലും ഈ പെൺകുട്ടി ഈ ഒരു സംഭവം അത് ഏറ്റവും ഈ കേരളത്തിൽ ഈ അടുത്തിടെയായി ഉണ്ടാകുന്ന പല വിധത്തിലുള്ള അപകടങ്ങളിൽ ഏറ്റവും ഒടുവിലത്തെ സംഭവമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ഇപ്പോഴും ഈ നിരത്തുകളിൽ പൊലിയുന്ന ജീവനുകൾ, അതിൽ കർശനമായ നടപടി ആവശ്യമാണ് എന്നുള്ളതാണ്. നേരത്തെ നമ്മളോട് ഗതാഗത മന്ത്രി അടക്കമുള്ളവർ സംസാരിച്ചിരുന്നു. കർശനമായ നിയമ നടപടി ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരും എന്നുള്ളതാണ് ഗതാഗത മന്ത്രി അടക്കം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ നിരത്തുകളിൽ ഈ ജീവനുകൾ പൊലിയുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് വാർത്തകൾ ഉയർന്നു വന്നിരുന്നു. കാരണം ഈ സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് കാലാവധി അനധികൃതമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ നീട്ടി നൽകി എന്നുള്ള ഒരു വാർത്ത, അത് ഈ സ്കൂൾ ബസ് നേരത്തെ കണ്ണൂരിൽ സമാനമായ രീതിയിൽ ഒരു അപകടം സംഭവിച്ചിരുന്നു. ആ സമയത്ത് വന്നൊരു വാർത്തയായിരുന്നു ഈ സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ വീണ്ടും അതേ സ്കൂൾ ബസ്സുകൾ വീണ്ടും അപകടത്തിൽപ്പെടുന്നു. സ്കൂൾ ബസ്സുകൾ ഇത്തരത്തിൽ നിരന്തരമായ അപകടത്തിൽപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് അവിടെ കുട്ടികളുടെ ജീവൻ പൊലിയുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കൃഷ്ണേന്ദു, 4ാം ക്ലാസ്സുകാരി കൃഷ്ണേന്ദു ആണ് ഇപ്പോൾ ഈ ഒരു റോഡ് അപകടത്തിൽ മരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ കുട്ടി സ്കൂൾ വിട്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോഴേ വീട്ടിന് മുന്നിൽ നിന്നും റോഡ് ക്രോസ് ചെയ്ത് സ്കൂൾ ബസ്സിൽ നിന്നും ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് വീട്ടിലേക്ക് കടക്കുന്നതിനിടയിൽ ആ റോഡിലേക്ക് വീഴുന്നു. ഇതറിയാത്ത ഡ്രൈവർ ബസ് മുന്നോട്ടെടുത്തതോടുകൂടി ഈ കുട്ടിയുടെ തലയിലൂടെ ബസ് കയറി ഇറങ്ങി എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുജിയ.